ഇംപ്രൂവ്മെൻറ്റ് 2015 ചോദിച്ചൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ്കോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു സാമ്പിൾ സ്പേസ് പി ഓഫ് എസ് ആയിരിക്കും. അത് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഡൺ സെറ്റ്, അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 0 വരും. മ്യൂച്വലി എക്സ്കോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഈക്വൽ ടു സാമ്പിൾ സ്പേസ് എസ് തന്നെയായിരിക്കും. അപ്പോൾ ആൻസർ ഈസ് 1 ആയിരിക്കും. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ മ്യൂച്വലി എക്സ്ക്ലൂസീവും ആണ്, അതേസമയം എന്താണ്? എക്സ്കോസ്റ്റീവും ആണ്. അങ്ങനെയാണെങ്കിൽ therefore പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി തന്നെ ആയിരിക്കും. രണ്ടിൻ്റെയും ടോട്ടൽ സാമ്പിൾ സ്പേസ് ആയിരിക്കും അല്ലേ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി വരും. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പ്രോബബിലിറ്റി ആണ്, പി ഓഫ് എസ് ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്രയാണ്? 1. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 1 വരും. അപ്പോൾ ഒരേ സമയം ഒരു എയും ബി എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവും ആണ്, മ്യൂച്വലി എക്സ്കോസ്റ്റീവും ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? അതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? പി ഓഫ് എസ് ആണ്. ആ പി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 1 ആയിരിക്കും. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ.